അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ സദാസമയത്തും നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ, നമ്മെ സന്മാർഗത്തിലാക്കിയ അള്ളാഹുവിൻ്റെ അനവധി അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും അവസരങ്ങൾ നൽകിയ പടച്ചറബിനെ നന്ദിയോടുകൂടി സ്മരിക്കുവാനും അവൻ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. അതിന് ഏത് സമയവും ഏത് സന്ദർഭവും നമുക്ക് ഉപയോഗപ്പെടുത്താമെങ്കിലും പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില സന്ദർഭങ്ങൾ ഹദീസുകളിൽ കാണാം. അള്ളാഹുവിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കാൻ രാവിലെ ഉറക്കിൽ നിന്ന് ഉണരുന്നത് മുതൽ തിരിച്ച് രാത്രി ബെഡിലേക്ക് ഉറക്കത്തിനായി മടങ്ങി വരുന്നത് വരെയുമുള്ള സന്ദർഭങ്ങളിലെല്ലാം, തുടക്കവും ഒടുക്കവും ഇടയിലും എല്ലാം നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ നിരവധി സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന ദുആയാണ്. ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു ജീവൻ നൽകി പുതിയൊരു പ്രഭാതത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ച അള്ളാഹുവെ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന ദിക്ർ നാം മറന്നു പോകരുത്. അതേപോലെ തന്നെ വല്ലതും തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ ആ സന്ദർഭത്തിലൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയണം. ഇന്നല്ലാഹ ലയറല്ലാ മിനൽ അബ്ദി, അള്ളാഹു ഏതൊരു ദാസനിൽ നിന്നും ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തൃപ്തിപ്പെടുന്നു, അൻ യഅകുലൽ അകലത ഫയഹ്മദഹു അലൈഹ, എന്തെങ്കിലും തിന്നിട്ട് അതിൻ്റെ അനുബന്ധമായി അൽഹംദുലില്ലാ അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതും, വയശ്റബു ശർബത ഫയഹ്മദുഹു അലൈഹ, വല്ലതും കുടിക്കുമ്പോൾ അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതും അള്ളാഹുവിന് ഏറെ തൃപ്തിയുള്ള കാര്യമാണ് എന്ന്. അപ്രകാരം തന്നെ തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. വമൻ ലബിസ സൗബൻ ഫഖാല അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, എൻ്റെ പ്രത്യേകമായ എന്തെങ്കിലും കഴിവോ ശേഷിയോ കൂടാതെ തന്നെ എനിക്ക് ഔദാര്യമായി ഈ വസ്ത്രം നൽകുകയും എന്നെ ഇത് ധരിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവെ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് മനസ്സറിഞ്ഞ് ആരെങ്കിലും പറഞ്ഞാൽ ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അയാളുടെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ചെറുദോഷങ്ങൾ അത് നിമിത്തം പൊറുക്കപ്പെടുമെന്നാണ്. എത്രയോ ആളുകൾ നമ്മൾ കാണുകയോ കേൾക്കുകയോ അറിയുകയോ പോലും ചെയ്തിട്ടില്ലാത്ത നിരവധി ആളുകൾ നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണത്തിൻ്റെയും പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. നാം ധരിക്കുന്ന വസ്ത്രം അത്തരം നിരവധി ആളുകളുടെ കൈകളിലൂടെ അധ്വാനങ്ങളിലൂടെ കടന്നു വന്നതാണ്. അതുകൊണ്ട് അതോർത്ത് അള്ളാഹുവിനെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. നാലാളുകൾ പരിസരത്തുള്ളവർ കേൾക്കുമാർ അഥവാ മനസ്സിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, നാവ് കൊണ്ട് നാവ് ചലിപ്പിച്ച് സഹോദരങ്ങൾ കേൾക്കുന്ന രീതിയിൽ അത് അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അവർ യർഹമുക്കല്ലാ എന്ന് തിരിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് തിരിച്ച് വയഹദീകുമുല്ലാ, അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ നന്നാക്കി തരട്ടെ, വയുസ്ലിഹ് ബാലക്കും എന്ന പ്രാർത്ഥനയും പറയാൻ സാധിക്കും. അതേപോലെ പടച്ചറബിൻ്റെ ഏത് അനുഗ്രഹങ്ങൾ ഏത് സന്ദർഭത്തിൽ നമുക്ക് പുതിയതായി കിട്ടുന്നു, നാം കാണുന്നു, അത്തരം സന്ദർഭങ്ങളിലൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റണം. അതിലേറ്റവും വലുതാണ് ഹിദായത്ത് എന്ന സന്മാർഗം ലഭിച്ചു എന്ന വലിയ അനുഗ്രഹം. അതേപോലെ എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാ ബിനിഅമതിഹി തത്തിമ്മു സ്വാലിഹാത്ത്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നന്മകൾ സൽക്കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ ഹദീസുണ്ട്. അതേപോലെ ഇഷ്ടകരമല്ലാത്ത സങ്കടകരമായ വല്ല അനുഭവങ്ങളും വന്നാലോ അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുമെന്ന്. ഇതേപോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കിട്ടാതെ പോകുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഹിദായത്ത് എന്ന തൗഹീദിൻ്റെയും ഇസ്ലാമിൻ്റെയും മഹത്വങ്ങളും നന്മകളും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അതിന് വിരുദ്ധമായ ആശയങ്ങളും ആചാരങ്ങളുമായ ആളുകളെ കാണുന്നത് മുതൽ അംഗവൈകല്യങ്ങൾ, ബുദ്ധിമാന്യം അല്ലെങ്കിൽ ശാരീരികമായ അവശതകൾ, ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി, താങ്കളെ അള്ളാഹു പരീക്ഷിച്ച ഈ പ്രയാസത്തിൽ നിന്ന് എനിക്ക് ആശ്വാസം നൽകിയ അള്ളാഹുവേ, എനിക്ക് സൗഖ്യം നൽകിയ അള്ളാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് അയാൾ കേൾക്കാതെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർക്കുകയും നാവ് കൊണ്ട് പറയുകയും ചെയ്യണം. വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല,
അള്ളാഹു സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടികളിൽ ധാരാളം ആളുകളേക്കാൾ എനിക്ക് പലതുകൊണ്ടും അള്ളാഹു ഔദാര്യം അനുഗ്രഹം നൽകി എന്ന് പറഞ്ഞ് ആ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചാൽ ഇല്ല ഊഫിയ മിൻ ദാലിക്കൽ ബലാ, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ അത് ഒരു നിമിത്തമാകുമെന്നാണ്. അതേപോലെ നിസ്കാരത്തിന് ശേഷവുമൊക്കെ അൽഹംദുലില്ലാ എന്ന ദിക്ർ ഏറെ പ്രസക്തമാണ്. ഈ സന്ദർഭങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.